ഇടുക്കി ജില്ലയിലെ ഹൈറേഞ്ച്, ലോ റേഞ്ച് മേഖലകളിൽ ശക്തമായ മഴ. കഴിഞ്ഞ 24 മണിക്കൂറിൽ പീരുമേട് പെയ്തത് 89 മില്ലിമീറ്റർ മഴ. മലങ്കര ഡാമിലെ 3 ഷട്ടറുകൾ 1 മീറ്റർ വീതം ഉയർത്തി. തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളുടെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. രാജാക്കാട് നെടുങ്കണ്ടം പാതയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി ആൽവിൻ തോമസ് ചേരുന്നുണ്ട്. ആൽവിൻ, സംസ്ഥാനത്തുടനീളം ശക്തമായ മഴ തുടരുകയാണ്. എങ്ങനെയാണ് ഇടുക്കിയിൽ നിന്നുള്ളൊരു സാഹചര്യം? ജില്ലയിലെ ഹൈറേഞ്ച്, ലോ റേഞ്ച് മേഖലകളിൽ അതിശക്തമായ മഴ തുടരുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ പീരുമേടിൽ പെയ്തത് 89 മില്ലിമീറ്റർ മഴയാണ്. ഇടുക്കിയിൽ 56.2, അതോടൊപ്പം തന്നെ മൂന്നാറിൽ 46 മില്ലിമീറ്റർ മഴയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശക്തമായ മഴ ഇന്നലെ രാത്രി മുതൽ തന്നെ ഇപ്പോഴും പെയ്തു വരികയാണ്. ഇടുക്കി ജില്ലയുടെ ഹൈറേഞ്ച്, ലോ റേഞ്ച് മേഖലകളിൽ ഒരുപോലെ തന്നെ മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. മേഖലകളിലെ മഴ അതിശക്തമാണ്. ദേവികുളം താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചെറു ഡാമുകളായ കല്ലാർകുട്ടി, പാമ്പള, അതോടൊപ്പം തന്നെ തൊടുപുഴയിലെ ലോവർ ഡാമായ മലങ്കര എന്നിവിടങ്ങളിൽ ഈ 3 ഡാമുകളും ഇപ്പോൾ തുറന്നിട്ടുണ്ട്. മലങ്കര ഡാമിന്റെ 3 ഷട്ടറുകൾ ഉയർത്തി 1 മീറ്റർ വീതം ഉയർത്തിയാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത്. തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ഉണ്ട്. അതോടൊപ്പം തന്നെ ഇടുക്കി പാമ്പള ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. 2 ഷട്ടറുകളാണ് നിയന്ത്രിതമായ അളവിൽ തുറന്ന വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത്. പെരിയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം ഉണ്ട്. അതോടൊപ്പം തന്നെ കല്ലാർകുട്ടി ഡാം, മറ്റൊരു ചെറുഡാമായ കല്ലാർകുട്ടിയുടെ ഷട്ടർ 30 സെന്റിമീറ്റർ ഉയർത്തിയാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത്. ഇത്തരം ചെറു ഡാമുകളൊക്കെ ഇപ്പോൾ രാവിലെ തന്നെ തുറന്നിട്ടുണ്ട്. ഇതിനുള്ള അനുമതി ഇന്നലെ കളക്ടർ നൽകിയിരുന്നു. പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ അതിജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ട്. പ്രത്യേകിച്ച് ഈ മൂന്നാർ ഗ്യാപ്പ് റോഡ് വഴിയുള്ള യാത്രയ്ക്ക് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതുവഴി പകൽ സമയത്തും യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അവിടെ സ്ഥിരമായി മണ്ണിടിയുകയും ഉരുൾപൊട്ടൽ സാധ്യത മേഖലയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തുകൂടെയുള്ള യാത്ര പകൽ സമയത്തും നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് കളക്ടർ പുറത്തിറക്കിയിട്ടുണ്ട്. അതിശക്തമായ മഴയാണുള്ളത്. പലയിടങ്ങളിലും മരം വീഴുകയും ചിലയിടങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. മരം വീണത് രാജാക്കാട് നെടുങ്കണ്ടം പാതയിലാണ് രാവിലെ മരം വീണത്. ഇത് തിങ്കൾക്കാട് കോളനിക്ക് സമീപമാണ് മരം കടപുഴകി വീണത്. ഇതിന്റെ മരം വെട്ടിമാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അവിടെ ഫയർ ആൻഡ് റെസ്ക്യൂ സംഘങ്ങൾ നടത്തി വരികയാണ്. അതോടൊപ്പം തന്നെ മൂന്നാർ ഗ്യാപ്പ് റോഡിലുള്ള യാത്ര പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. പുളിയന്മല കുമളി റോഡിൽ പുച്ചടി മൃഗാശുപത്രിക്ക് സമീപം ഇന്നലെ രാത്രി മരം ഒടിഞ്ഞു വീണ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. പക്ഷേ ഇത് ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ചെറുതോണി കുളമാവ് റൂട്ടിൽ ചേരി എന്ന സ്ഥലത്ത് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഇതും ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതുവഴിയൊക്കെയുള്ള യാത്ര വളരെ ശ്രദ്ധാപൂർവ്വം ജാഗ്രതയോടെ വേണമെന്നുള്ളൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകുന്നു. അതിശക്തമായ മഴയുണ്ട്, ചില സമയത്ത് കാറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ മരങ്ങൾ കടപുഴകി വീഴാനുള്ള സാധ്യത ഏറെയാണ്. മണ്ണിടിച്ചിലിനുള്ള സാധ്യത ഏറെയാണ്. രാത്രികാല യാത്രാ നിരോധനം ഒരുപക്ഷെ ഇന്നും തുടരാൻ തന്നെയാണ് സാധ്യത. അത്രത്തോളം മഴ ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ പെയ്യുന്നുണ്ട്. വിവിധയിടങ്ങളിൽ അതിശക്തമായ മഴയാണ് പെയ്തിട്ടുള്ളത്. അത് മില്ലിമീറ്റർ കണക്കനുസരിച്ച് കഴിഞ്ഞ 24 മണിക്കൂറിൽ പെയ്ത മഴയുടെ തോത് വലിയ തോതിൽ ഉയർന്ന നിലയിലാണ്. ചെറുതോണി മേഖലയിൽ 62.5 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പീരുമേട് 89, തൊടുപുഴ 36, ഇടുക്കി 54, മൂന്നാർ 46.1 എന്ന നിലയിലാണ് ഈ മഴയുടെ തോത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കുമ്പോൾ അതിശക്തമായ മഴ ഈ പ്രദേശങ്ങളിലൊക്കെ പെയ്യുന്നുണ്ട്. വരുന്ന മണിക്കൂറുകളിലും അത്തരമൊരു ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. അതിജാഗ്രത ജനങ്ങൾ പുലർത്തണം. വെള്ളക്കെട്ടിലേക്ക് പോകരുത് എന്നുള്ള നിർദ്ദേശം പ്രത്യേകമായി ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഈ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെയും ജനങ്ങൾ കർശനമായി പാലിക്കണമെന്നുള്ളതാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത്. അതില ശരി, ഇടുക്കിയിൽ അത്തരത്തിൽ അതിശക്തമായ മഴ തുടരുകയാണ്. ഹൈറേഞ്ച്, ലോ റേഞ്ച് മേഖലകളിലും ശക്തമായി മഴ പെയ്യുകയാണ്. ഇന്നലെയും ഇന്നുമായി 89 മില്ലിമീറ്റർ മഴയാണ് ഇടുക്കിയിൽ ലഭിച്ചത്. മലങ്കര ഡാമിലെ 3 ഷട്ടറുകൾ 1 മീറ്റർ വീതം നിലവിൽ ഉയർത്തിയിരിക്കുകയാണ്. ശക്തമായ കാറ്റുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആൽവിൻ തോമസ് ഇടുക്കിയിൽ നിന്ന്.